വളരെ എളുപ്പത്തിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് ചക്കലിവ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേവിച്ച ചക്ക, ശർക്കര ചേർത്ത് വേവിച്ച ചക്കയാണ്. അതിനോടൊപ്പം തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. അത് നമ്മുടെ 2 തേങ്ങയുടെ പാലിൽ നിന്ന് സെക്കൻഡ് പാലെടുത്ത് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത പേസ്റ്റാണ് ഈ കാണുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ശർക്കര നമ്മൾ അലിയിച്ചെടുത്തതും ഫസ്റ്റ് പാലും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. ഇളക്കി ഏകദേശം അതിൽ നിന്ന് നെയ്യ് വിട്ട് ആവണം. കഴിച്ച് തേങ്ങാപ്പാലിൻ്റെയൊക്കെ നെയ്യ് അതിൽ നിന്ന് വിട്ട് വരണം. അപ്പം നമുക്ക് ഈ സമയമാകുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു 2 സ്പൂണോളം നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങളുടെ കാഷ്യൂ മറ്റ് ബദാം എന്തൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ. ഞാൻ ഇതിലേക്ക് കാഷ്യൂ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടിയും ഒരല്പം ചുക്കിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം കൂടി 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യണം. ആ പഞ്ചസാര ഇതിൽ ചേർക്കുന്നത് അതിൻ്റെ ആ കട്ടിപ്പും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ഏകദേശം ചക്കലുവ തയ്യാറായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറായി കഴിഞ്ഞില്ലേ, കണ്ട അടിപൊളി ചക്കലുവ നമ്മുടെ വീട്ടിൽ നിമിഷ നേരം കൊണ്ട്. നമ്മൾ വലിയൊരു ഉരുളി ചെറുത് ഉപയോഗിക്കുന്നതിലും നല്ലത് എപ്പോഴും നമുക്ക് അലുവ ഉണ്ടാക്കാൻ എപ്പോഴും ഇടർന്ന പാത്രമായിരിക്കും കേട്ടോ നല്ലത്. ചെറിയ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിലും അത് നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ പുറത്തേക്ക് വന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നിമിഷ നേരം കൊണ്ട് നമുക്ക് ചക്കലുവ ഒരു മാക്സിമം ഒരു 20 മിനിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ചക്കലുവ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ചക്കര എണ്ണയൊക്കെ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യ് തന്നെയാണ് കേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, പ്യുവർ നെയ്യ് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ആ നെയ്യ് ഇതൊക്കെ നമുക്ക് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഏതാണ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചൂടോടുകൂടി തന്നെ ഇട്ട് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ എൻ്റെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഞാനൊന്ന് ഓഫാക്കി അതിന് ശേഷം നമ്മളൊരു പാത്രം എടുത്തു. അതിലേക്ക് നമുക്ക് നമ്മുടെ ചക്കലുവേന അതിലേക്ക് ഇടാം. അതിലേക്ക് നമുക്ക് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഇതൊക്കെ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ. അതാണ് മെയിൻ ചക്കലുവ റെഡി ആയതിൻ്റെ ഒരു മെയിൻ ഒരു കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ നെയ്യ് പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതായത് സ്പൂണിൽ നെയ്യ് പുറത്തേക്ക് വരണമൊക്കെ ഇത് നമുക്ക് മാറ്റിയ ശേഷമായിരിക്കണം നമ്മൾ സെർവ് ചെയ്യേണ്ടത്. ഇത് എത്രയും നാൾ വരെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുമെന്ന് അറിയുമോ? കാരണം ഒട്ടും കേട് കൂടാണ്ട് ഫ്രിഡ്ജിലിരുന്നോളും. നമുക്ക് സീസണല്ലാത്ത സമയത്ത് ചക്കലുവ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാണെന്ന് കരുതുന്നു. ഇപ്പോൾ ചക്കര സീസണാണ്. നമുക്ക് ചക്കയുടെ ഒപ്പം തന്നെ ചക്കലുവ ഉണ്ടാക്കുമ്പോൾ അതിനൊരു വേറൊരു വൈബാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ ആ നെയ്യൊക്കെ വരുന്നത് നമുക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ. കാരണം വെച്ചാൽ അത് അത്യാവശ്യം തെളിഞ്ഞ് നിൽക്കണ നെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നത്